ഹലോ ലേണേഴ്സ്, വെൽക്കം എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന കോഴ്സിലെ ബ്ലോക്ക് 4 ടൈം സീരീസ് അനാലിസിസ് ആണ്. ഐ എം ഡോക്ടർ സനിത കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിസിനസ് സ്റ്റഡീസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ. ബ്ലോക്ക് 4 യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ടൈം സീരീസ് അനാലിസിസ് ആണ്. അപ്പം ഈ ഒരു യൂണിറ്റ് 1 എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് വാട്ട് ഇസ് ടൈം സീരീസ് അനാലിസിസ്, അതുപോലെ ഈ ടൈം സീരീസ് അനാലിസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, അതായത് അതിൻ്റെ ഒരു യൂട്ടിലിറ്റി, യൂസേജ്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് കോമ്പോണൻസ് എന്തൊക്കെയാണ്, ഈ ഒരു ടൈം സീരീസ് അനാലിസിസിൻ്റെ കോമ്പോണൻസ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മനസ്സിലാക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ആൻ ഇല്ലുസ്ട്രേഷൻ. അപ്പം ഇവിടെ നമുക്കറിയാം സെൻസെക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് സെൻസസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെൻസസിൽ ഇപ്പം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളുമായിട്ടുള്ള സംസാരത്തിൽ നിങ്ങളോട് പറയുകയാണ് 2050 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ സെൻസസിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 2,80,000 എത്തും. അതായത് ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്, പോയിന്റ് ലെവൽ എന്ന് പറയുന്നത് 79,576 ആണ്. ഓക്കെ, അപ്പം ഇത് 2050 ആമത്തെ ഒരു 25 വർഷവും കൂടെ കഴിയുന്ന സമയത്ത് എത്രയാകും? 2,80,000 പോയിന്റിലോട്ട് ഇതെത്തും എന്ന് നിങ്ങളോട് ഒരു സ്റ്റോക്ക് അനലിസ്റ്റ് പറയാമെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഈ ഒരു ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഈ ഒരു ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കും വെൻ കമ്പയർഡ് വിത്ത് അതർ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിച്ചത്? 2050 ആകുമ്പോഴത്തേക്കും ഈ ഒരു സെൻസെക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2,80,000 ആകും എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിച്ചു? യെസ്, ഇത് അദ്ദേഹത്തിന് സാധ്യമായത് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഓക്കെ, സോ എന്താണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടൈം സീരീസ് അനാലിസിസ് ഇൻവോൾവ്സ് എക്സാമിനിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ്, ട്രെൻഡ്സ് ആൻഡ് ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ ഈ ശരിക്കും ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഇത് അനലൈസ് ചെയ്തിട്ട്, പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് അല്ലേ, പ്രീവിയസ് ഡാറ്റയാണ്. ഈ ഒരു ഡാറ്റയെ അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്, അതായത് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടി. ആ ഇൻസൈറ്റ്സിൻ്റെ ബേസിസിലാണ്, അതായത് ചില പാറ്റേൺസ് അദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ചില ട്രെൻഡുകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ഇത്തരം പാറ്റേൺസും ട്രെൻഡ്സിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് അത് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൈ സ്റ്റഡിങ് പാസ്റ്റ് പാറ്റേൺസ് അനലിസ്റ്റ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. ഇതാണ് ശരിക്കും ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. In simple terms, it is like analyzing the stock market's historical movement to make an educated guess about its future. ഇപ്പോൾ ടൈം സീരീസ് അനാലിസിസ് എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്, based on changes of data that have taken place in the past. പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില ഇവൻറ്റുകൾ, ആ ഇവൻറ്റുകൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ഡാറ്റകൾ ഡെവലപ്പ് ആകുമല്ലോ. ഈ ഡാറ്റയെ അനലൈസ് ചെയ്യുമ്പോൾ ആ അനാലിസിസിന് നിന്നും നമുക്ക് കുറച്ച് റിസൾട്ട് കിട്ടും. ഈ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രെഡിക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രെഡിക്ഷൻസ് നടത്തുന്ന, ഇങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ, അക്കോർഡിംഗ് ടു മൂറിസ് ഹാംബർഗ്, എ ടൈം സീരീസ് ഇസ് എ സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒബ്സർവേഷൻസ് അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞു അല്ലേ, ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ ആ ഡാറ്റയുടെ ട്രെൻഡുകളും പാറ്റേൺസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കിനി ആ ഒരു ഡാറ്റ എങ്ങനെയായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഇമാജിൻ യു ആർ ട്രാക്കിംഗ് ദ മന്ത്ലി സെയിൽസ് ഓഫ് എ പോപ്പുലർ ഐസ്ക്രീം ഷോപ്പ് ഓവർ ദ പാസ്റ്റ് ഇയേഴ്സ്. Your time series data would look like something like this. ഓക്കെ, അപ്പോൾ ഒരു ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഒരു ഐസ്ക്രീം ഷോപ്പ്, ആ
മന്ത്ലി സെയിൽസിൻ്റെ ഒരു ഡാറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, മന്ത്ലി എന്ന് പറഞ്ഞാൽ ഫ്രം ജാനുവരി ടു ഡിസംബർ ഒരു ഇയറിലെ കംപ്ലീറ്റ് ഉണ്ട് അല്ലേ, ഒരു ഇയറിലെ കംപ്ലീറ്റ് മന്ത്സിലെയും സെയിൽസ് നോക്കൂ, 5,000, 5,200, 6,000 ഇങ്ങനെ ഓരോ മന്തിലും അവർക്കുണ്ടായ സെയിൽസ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു ഡാറ്റയിൽ നിന്നും നമുക്ക് പല പാറ്റേൺസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ജാനുവരി ഫെബ്രുവരി സമയത്തൊക്കെ വളരെ ലോവസ്റ്റ്, അതിന് 5,000, 5,200 ഒക്കെ ആയിരിക്കും ഇവരുടെ ഒരു സെയിൽസ് ഡാറ്റ എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ നോക്കുമ്പോൾ ഇത് ഈ ഒരു ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിരിക്കുന്ന മന്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂലൈ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു 3 മാസമാണ് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല സാധനം, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു 3 മാസമാണ് ഇതിൻ്റെ ഒരു സീസണൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഐസ്ക്രീം ഷോപ്പിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ് നമുക്ക് മനസ്സിലായി. എന്നാൽ അതേ സമയത്ത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വളരെ കുറവാണ്, അത് ഓഫ് സീസൺ ടൈമാണെന്നും ഒക്കെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റേനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഇതൊരു വർഷത്തെ പാറ്റേൺ ആണ് അല്ലേ. ഈ ഒരു വർഷത്തെ ഡാറ്റേനെ നമ്മുടെ ടൈം സീരീസിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്താൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ അല്ലെങ്കിൽ പിറ്റത്തെ വർഷം ഈ ഒരു മന്തിൽ എത്ര സെയിൽസ് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ യൂട്ടിലിറ്റി ഓർ യൂസസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. ഈ ടൈം സീരീസ് അനാലിസിസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമായി ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഭാവിയിൽ എത്ര ഡിമാൻഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസസിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമെന്നുള്ള ഓൾറെഡി കണ്ടല്ലേ. നെക്സ്റ്റ് പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ. അതിപ്പോൾ നമ്മൾ ആ ഡാറ്റയിൽ കണ്ടിരുന്നു, ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡാറ്റയിൽ കണ്ടിരുന്നു സീസൺ ഏതാണെന്നും ഓഫ് സീസൺ ഏതാണെന്നും ഒക്കെ നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ. ഏറ്റവും കൂടുതൽ സെയിലുള്ള ടൈം ഏതാണ്, കുറവ് സെയിലുള്ള ടൈം ഏതാണ്, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ട്രാറ്റജിക് ഡിസിഷൻ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് വാട്ട് ആർ ദ ഡിസിഷൻസ് ടു ബി ടേക്കൺ, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള, ഇപ്പോൾ അടുത്ത വർഷം ഒരു സമയമാകുമ്പോൾ ഇത്ര ഡിമാൻഡ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നടക്കണം, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കണം, ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് അത് നമുക്ക് മീറ്റ് ചെയ്യണം. സോ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് നടത്തണമെങ്കിൽ ഈ ഒരു ടൈം സീരീസ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർകാസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നാലാമത്തെ ഒരു പോയിന്റാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, ഈ ഫ്ലക്ച്വേഷൻസ് എങ്ങനെയൊക്കെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ റിസ്ക്കും, നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കുറച്ച് മെഷേഴ്സൊക്കെ എടുത്ത് നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഓൾ അബൌട്ട് ദിസ് റിസ്ക് മാനേജ്മെൻറ്റ്. പിന്നീട് പറയുന്ന ഒരു പോയിന്റാണ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റിസോഴ്സ് ഓപ്റ്റിമൈസേഷൻ. അതായത് നമുക്കറിയാം റിസോഴ്സ് ഇസ് വെരി സ്കേഴ്സ് അല്ലേ. മിനിമം റിസോഴ്സിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നതാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പീരീഡിലാണ് പീക്ക് സീസൺസ് എപ്പോഴാണ്, അതല്ല എങ്കിൽ ഈ പറഞ്ഞ ഓഫ് സീസൺസ് എപ്പോഴാണ്, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ, ഇപ്പോൾ പീക്ക് സീസണിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം എംപ്ലോയീസ് ആവശ്യമുണ്ട്, അപ്പോൾ കൂടുതൽ ഓൺ കോൺട്രാക്ട് ബേസിസിൽ കൂടുതൽ ആളുകളെ എടുക്കാം, കൂടുതൽ റിസോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഓഫ് സീസണിൽ ഇത്രയും ആളുകളെ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കുറയ്ക്കാം, മറ്റ് സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൻ്റെ രീതികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. സോ എങ്ങനെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യണം, സീസണിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഓഫ് സീസണിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഓരോ സമയത്തും എത്രത്തോളം റിസോഴ്സസ് യൂസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഓരോ സമയങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. യെസ്, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ടൈം സീരീസ് അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു കോമ്പോണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ പല തരത്തിലുണ്ട്.
ഓക്കെ, ആ ഡാറ്റ ഒരു ലോങ് ടേമിൽ എങ്ങനെയായിരിക്കും ആ ഡാറ്റയുടെ സ്വഭാവം, അതുപോലെ പിന്നെ ഒരു ഷോർട്ട് ടേമിൽ എങ്ങനെയായിരിക്കും ഡാറ്റയുടെ സ്വഭാവം. ഈ ഡാറ്റയുടെ സ്വഭാവത്തിനെ അതിൻ്റെ ഒരു ടൈം, അതിൻ്റെ ഒരു ലെങ്ത് അല്ലെങ്കിൽ പീരീഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ലോങ് ടേമിനെ ബേസ് ചെയ്ത്, അതായത് ഒരു 4-5 വർഷത്തിന് അല്ലെങ്കിൽ ഒരു 10 വർഷം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോങ് പീരീഡ്, അതിനെ ബേസ് ചെയ്തിട്ട് 2 രീതിയിലാണ് ഡാറ്റ കാണപ്പെടാറ്. അതിൻ്റെ ഒരു ട്രെൻഡാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഷോർട്ട് ടേമിൽ ഇതുപോലെ 2 രീതിയിൽ നമുക്ക് ഈ ഡാറ്റാനെ അല്ലെങ്കിൽ ആ ടൈം സീരീസ് ഡാറ്റേനെ നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. ഇനി ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ലോങ് ടേമിലാണെങ്കിൽ നമുക്ക് സെക്യുലർ ട്രെൻഡ്, അതുപോലെ സൈക്ലിക് കോമ്പോണൻറ്റ്. ഷോർട്ട് ടേമിലാണെങ്കിൽ സീസണൽ ട്രെൻഡ്, അതുപോലെ ഇറഗുലർ ഓർ ഇറാറ്റിക് കോമ്പോണൻറ്റ്. വളരെ ഈസിയാണ്, നമുക്ക് അത് എന്താണെന്ന് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തേത് സെക്യുലർ ട്രെൻഡ്. സെക്യുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ കണ്ടുല്ലേ, എന്താണ്, ലോങ് ടേമിൽ വരുന്ന ഡാറ്റേനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഒന്ന് സെക്യുലർ എന്നും. അങ്ങനെ ആ ഒന്നാമത്തേതാണ് ഈ സെക്യുലർ ട്രെൻഡ് അല്ലേ. ഇനി ഈ സെക്യുലർ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, എ സെക്യുലർ ട്രെൻഡ് ഈസ് ദി ലോങ് ടേം ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫോർ എ ലോങ് പീരീഡ്, യൂഷ്വലി ഷോയിങ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അതായത് ഒരു നീണ്ട വർഷക്കാലം, ഒരു 30-40 വർഷം ഒക്കെ എടുത്ത് കഴിഞ്ഞ് നോക്കിയാൽ, അല്ലെ അത്തരത്തിലുള്ളൊരു ഡാറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഡാറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിക്രീസ് ആയിരിക്കും. ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആ ഒരു ഡാറ്റ ഒരു അത് വളരെ ചെറുതായ അല്ലെങ്കിൽ ഒരു ഗ്രാജുവലായ ഒരു ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ കാണിക്കുന്നുണ്ടാവും. അത്തരം ഡാറ്റേനെയാണ് നമ്മൾ സെക്യുലർ ട്രെൻഡ്, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ആ ഒരു ട്രെൻഡിനെയാണ് നമ്മൾ സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് നോക്കൂ, ഇന്ത്യയുടെ പോപ്പുലേഷൻ നമ്മൾ സെൻസസ് എടുത്തിട്ടാണല്ലോ അല്ലെ പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ പോപ്പുലേഷൻ നമുക്കറിയാം 10 വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ സെൻസസ് എടുക്കുന്നത്. ഈ സെൻസസ് ഒരു ലാസ്റ്റ് കുറച്ച് വർഷത്തെ സെൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കുറച്ച് ഡെക്കേഡ്സിൽ നോക്കുകയാണെങ്കിൽ, ലാസ്റ്റ് കുറച്ച് അതായത് 10 വർഷത്തിൽ ഒരിക്കൽ എടുക്കുന്ന അങ്ങനെ കുറച്ച് ഡെക്കേഡ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നോക്കൂ ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു സ്ലോലി ബട്ട് സ്റ്റഡിലി ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത് അല്ലെ, പോപ്പുലേഷൻ്റെ ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൈം സീരീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാറ്റയിലുള്ള ട്രെൻഡിനെയാണ് സെക്യുലർ ട്രെൻഡ്. ഇതൊരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പോണൻറ്റ് ഓഫ് ടൈം സീരീസ് ആണ് സെക്യുലർ ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത് സൈക്ലിക് കോമ്പണൻറ്റ്. ഇതും ഈ പറയുന്ന ലോങ് ടേം പീരീഡിലുള്ള ഒരു ഡാറ്റയുടെ ഒരു രീതിയാണ്. അതായത് ഇത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. സൈക്ലിക് കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഓർ ഫ്ലക്ച്വേഷൻസ് ഇൻ ഡാറ്റ ഓവർ എ പീരിയഡ് ഓഫൺ ലാസ്റ്റിംഗ് സെവറൽ ഇയേഴ്സ്. അതായത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ചില ടൈപ്പ് ഓഫ് ട്രെൻഡുകൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇക്കോണമിയിൽ റിസഷൻസും ബൂം പീരീഡും ഒക്കെ വരാറുണ്ട് അല്ലേ. ഇപ്പം ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഇത് സംടൈംസ് നമുക്കിതൊരു റിസഷൻ ആണെന്ന് കരുതുകയാണെങ്കിൽ ഇതൊരു ബൂം ആയിരിക്കും, പിന്നെ റിസഷൻ വരും, പിന്നെയും ബൂം വരും അല്ലെ, ഇങ്ങനെ വരുന്നത്. അപ്പം അത് ഓരോ പാറ്റേൺസ് ഒരു 10 വർഷത്തിലോ അല്ലെങ്കിൽ 20 വർഷത്തിലോ ഒരു 30 വർഷത്തിലോ ഒരിക്കലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പാറ്റേൺസ് ആയിരിക്കും അല്ലേ. ഇതിനെയാണ് എന്ത് പറയുക, സൈക്ലിക് കോമ്പോണൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കോമ്പണൻറ്റ് എന്ന് പറയുന്നത് സീസണൽ ട്രെൻഡ്. ഇത് പക്ഷേ എന്താണ്, ഷോർട്ട് പീരീഡിൽ സംഭവിക്കുന്ന ഡാറ്റയിൽ വരുന്ന പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെയാണ്. അപ്പോൾ ഈ സീസണൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പാറ്റേൺസ് ദാറ്റ് റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് വിത്തിൻ എ ഇയർ ടു സ്പെസിഫിക് സീസണൽ ഫാക്ടേഴ്സ്. നമുക്കറിയാലോ, ഇപ്പം നമ്മൾ ബിഗിനിങ്ങിൽ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെ സീസൺസ് ഐഡൻറ്റിഫൈ, ഐസ്ക്രീം ഷോപ്പിൽ സീസൺ നമ്മൾ നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ ഈ സീസൺ വരുമ്പോൾ സീസൺ ടൈം ആണെങ്കിൽ എന്താണ്, സെയിൽസ് അതിൻ്റെ പീക്കിൽ വരുന്നു. അതുപോലെ ഓഫ് സീസൺ ആണെങ്കിൽ സെയിൽസ് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലോട്ട് പോകുന്നു. പിന്നീട് വീണ്ടും സീസൺ വരുമ്പോൾ പീക്ക് വരുന്നു, പിന്നെയും താഴെ പോകുന്നു, പിന്നെയും പീക്ക് വരുന്നു അല്ലേ. ഇപ്പം ഇതൊരു ഒരു പാറ്റേൺ ആണ് അല്ലേ. ഈ പാറ്റേൺ എങ്ങനെയാണ്, ഒരു വർഷത്തിൽ സംഭവിക്കുന്ന പാറ്റേൺ ആണ് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വർഷത്തിൽ സംഭവിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പം ഇതിനെയാണ് നമ്മൾ സീസണൽ ട്രെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഫൈനൽ അല്ലെങ്കിൽ ഫോർത്ത് കോമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് ഇറഗുലർ ഓർ ഇറാറ്റിക് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇറഗുലർ ഓർ ഇറാറ്റിക് കോമ്പോണൻറ്റ് ഇതെന്താണെന്ന് ചോദിച്ചാൽ,
ഇവിടെ നോക്കിയേ, ഈ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതിലിങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇത് ആക്ച്വലി വളരെ ഈ ഫ്ലക്ച്വേഷൻസ് അൺപ്രഡിക്റ്റബിൾ ആണ്, റാൻഡം ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ആണ്. ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് പ്രൈസസ് ഒക്കെ ഇങ്ങനെ റാൻഡം ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഇത്രയാണ് എന്ത് പറയുന്നത്, ഇറഗുലർ ഓർ ഇറാറ്റിക് കോമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കോമ്പോണൻസ് ആണ് ടൈം സീരീസ് അനാലിസിസിന്റെ 4 കോമ്പോണൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. നമുക്ക് യൂണിറ്റ് 2 ആയ മെഷർമെന്റ് ഓഫ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഈ ഒരു ഇപ്പം കഴിഞ്ഞ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താണ് ടൈം സീരീസ് എന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന്, അതായത് തിയററ്റിക്കൽ പോർഷൻസ് ആണ്. പിന്നെ അതുപോലെ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ്, ഇതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു യൂണിറ്റിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ടൈം സീരീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ മെഷർമെന്റ് ഓഫ് ട്രെൻഡിൽ ശരിക്കും നമുക്ക് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞല്ലേ. ഇനി ഈ ട്രെൻഡൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ആദ്യത്തെ ടൈം സീരീസ് ഡാറ്റ എന്താണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയത് ഐസ്ക്രീം ഷോപ്പിൻ്റെ എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു അതുകൂടാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെത്തേഡുകൾ ഈ ഒരു മെഷർമെന്റ് ഓഫ് ട്രെൻഡ്, അതിന് വ്യത്യസ്തങ്ങളായ മെത്തേഡുകളുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂവിങ് ആവറേജ് മെത്തേഡും അതുപോലെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, ഈ 2 മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി എന്താണ് മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ. വി ആർ കാൽക്കുലേറ്റിംഗ് ദി ആവറേജ് ഓഫ് ദി ഡാറ്റ, ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ആവറേജസ് കണ്ടുപിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ടൈം സീരീസ് അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ എന്താണ് മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആക്ച്വലി എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു അനലൈസ് ടൈം സീരീസ് ഡാറ്റ by calculating the average of data points over a specific period. അതായത് ഈ ഒരു ഡാറ്റയുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടൈം സീരീസ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആവറേജ് കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കറിയാം ചില ഒറ്റപ്പെട്ട ഡാറ്റകളും ഒക്കെ ഉണ്ടാവുമല്ലേ, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് വളരെ ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലക്ച്വേഷൻസിനെ ഒന്ന് എന്താ പറയുക, അതിനകത്തെ ഹൈ പോയിന്റുകളെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി, അതാണ് ഇവിടെ സ്മൂത്ത് ഔട്ട് ഫ്ലക്ച്വേഷൻസ് ഓർ നോയിസ് ഇൻ ദ ഡാറ്റ. അതാണ് ശരിക്കും ഈ മൂവിങ് ആവറേജ് കാണുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. വലിയ ഫ്ലക്ച്വേഷൻസിനെ ഒക്കെ മാറ്റിയിട്ട് അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഡാറ്റയുടെ ട്രെൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ശരിക്കും മൂവിങ് ആവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഇക്കണോമിക്സ്, ഫൈനാൻസ്, അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഈ ഒരു ടൈം സീരീസ് അനാലിസിസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മൂവിങ് ആവറേജ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ടൈം സീരീസ് അനാലിസിസ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഈ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനുള്ളത് ഇപ്പോൾ 3 ഇയർ മൂവിങ് ആവറേജ് ഉണ്ടാവും, അല്ലെങ്കിൽ 4 ഇയർ മൂവിങ് ആവറേജ് ഉണ്ടാവും, 5 ഇയർ മൂവിങ് ആവറേജ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു 3 ഇയർ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ലെറ്റ് us say we have the following data representing monthly sales over 6 months. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു 6 മാസത്തെ ഒരു കമ്പനിയുടെ സെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ. ഈ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 3 ഇയർ മൂവിങ് ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ നമുക്ക് ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോർമലി എന്താ ചെയ്യേണ്ടത്, ഡിസൈഡ് ഓൺ ദ പീരിയഡ് ഫോർ കാൽക്കുലേറ്റിംഗ് മൂവിങ് ആവറേജ്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു 3 മന്ത് അല്ല 3 ഇയർ മൂവിങ് ആവറേജ് ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന്, അപ്പോൾ അത് നമ്മൾ ആൻസറിലോട്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു കോളം വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ടേബിൾ വരയ്ക്കുക. ഈ ടേബിളിൽ ആദ്യത്തെ 2
കോളം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എന്താണ് തന്നിട്ടുള്ളതാണ്, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് മന്ത്സ് തന്നിട്ടുണ്ട് അല്ലേ, ഏതൊക്കെ മന്ത്, 6 മന്ത്സ് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് എന്താ, ഇത് നമ്മുടെ സെയിൽസ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും മന്തിലെ സെയിൽസ് ഫിഗേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 ഡാറ്റയാണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത്. ഈ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് 3 ഇയർലി മൂവിങ് ആവറേജ് നമ്മൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് മന്തിൽ 25, അതാണ് സെയിൽസ് തന്നിട്ടുണ്ടല്ലേ, 25. സെക്കൻഡ് 30, തേർഡ് 28, പിന്നെ 35, 40, 32. ഇങ്ങനെ നമുക്ക് സെയിൽസ് ഡാറ്റ തന്നിട്ടുണ്ടല്ലോ. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ 3 ഇയർലി മൂവിങ് ടോട്ടലാണ്. ഓക്കെ, ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 ഇയർലി മൂവിങ് ടോട്ടൽ. അതിനുശേഷമാണ് 3 ഇയർലി മൂവിങ് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. അതായത് 3 ഇയർലി മൂവിങ് ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ 3 ഇയർ ആണല്ലേ, അപ്പോൾ ആദ്യത്തെ 3 ഇയേഴ്സിലെ സെയിൽസ് എടുക്കുന്നു. എന്താണ്, 25 പ്ലസ് 30 പ്ലസ് 28. ഓക്കെ, അപ്പം ഇതാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതെങ്ങനെ എവിടെ എഴുതും എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കോളത്തിലല്ല എഴുതേണ്ടത്, ഇത് സെക്കൻഡ് കോളത്തിൽ എഴുതണം. എന്തുകൊണ്ടാണ് സെക്കൻഡ് കോളം എന്ന് വെച്ചാൽ ആദ്യത്തെ 3 എണ്ണം അല്ലേ, ഈ 3 എണ്ണത്തിന്റെ മിഡിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ 25 പ്ലസ് 30 പ്ലസ് എത്രയാണ്, 28. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഫിഗർ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 83 എന്ന് കിട്ടും. 83 നമുക്ക് എന്താണ്, മൂവിങ് ടോട്ടൽ നമുക്ക് കിട്ടി. ഇനി അടുത്ത എങ്ങനെയാണ് കാണുന്നത്, അടുത്തത് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ നമ്മൾ 25, 30, 28 അങ്ങനെ തുടങ്ങിയല്ലേ. ഇനി അടുത്തത് ആദ്യത്തെ സെയിൽസ് ഫിഗർ വിട്ടിട്ട് ബാക്കിയുള്ളതാണ് നോക്കേണ്ടത്. അതായത് നെക്സ്റ്റ് എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ 30, ഓക്കെ, പ്ലസ് 28 പ്ലസ് പിന്നെ എന്താണ് 35. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 30 പ്ലസ് 28 പ്ലസ് 38, നമുക്ക് കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത് 93. ഓക്കെ, 93. ഇനി അപ്പോൾ അടുത്ത ഏതായിരിക്കും, ആ ഫിഗർ വിടുക അല്ലെ, 30 എന്നുള്ള ഫിഗർ വിട്ടിട്ട് അടുത്ത 3 എണ്ണം, അതായത് 28 പ്ലസ് 35, ഓക്കെ, 35 പ്ലസ് പിന്നെ ഏതാണ് 40, വിച്ച് ഇസ് ഈക്വൽ ടു 103 അല്ലേ, 103 ആയിരിക്കും ഇതിന് കിട്ടുന്ന ഫിഗർ. ഇനി അടുത്തത് ഇപ്പം എങ്ങനെയായിരിക്കും, 35, അടുത്ത ലാസ്റ്റത്തെ 3 എണ്ണം അല്ലേ, 35 പ്ലസ് പിന്നെ 40 പ്ലസ് അതുപോലെ 32. അത് കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 107. ഓക്കെ, അപ്പം ഇത് ക്ലിയർ അല്ലേ, ഇത് എങ്ങനെയാണ് കാണുന്നത്. ഇനി ഈ ലാസ്റ്റ് ഫിഗറിൽ ഇനി ഇവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല, ഇവിടെ കാരണം എന്താ, ഇനി 40 പ്ലസ് 30 ഉണ്ട്, ഇനി അടുത്തോട്ട് നമ്പർ ഉണ്ടോ, ഇല്ല, നമ്മൾ 3 ഇയർലി അല്ലേ കാണുന്നത്, അതുകൊണ്ട് ഇനി നമുക്കിവിടെ എഴുതാൻ സാധിക്കില്ല. ഓക്കെ, ഇത്രയാണ് ഈ 3 ഇയർലി മൂവിങ് ടോട്ടൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, 3 ഇയർലി മൂവിങ് ആവറേജ് കാണണം. ഓക്കെ, അപ്പൊ ഈ ആവറേജ് കാണാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ 83 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ അല്ലേ, ടോട്ടൽ ഡിവൈഡഡ് ബൈ 3 ഇയർലി അല്ലേ, അപ്പൊ 3. ഓക്കെ, അപ്പൊ 83 ഡിവൈഡഡ് ബൈ 3 എത്ര നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27.7. ഓക്കെ, അതേപോലെ അടുത്തത് ഏതാ, 93 അല്ലേ, 93 ഡിവൈഡഡ് ബൈ 3 ഇപ്പൊ എത്ര കിട്ടുക, 93 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 31 കിട്ടും നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് എത്രയായിരുന്നു, 103 ഡിവൈഡഡ് ബൈ 3 അപ്പൊ നമുക്ക് കിട്ടുന്നത് 34.3. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമുക്ക് കിട്ടുന്നത്, 107 ആണല്ലേ നമ്മുടെ ടോട്ടല്, 107 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്, 35.7. ക്ലിയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 3 ഇയർലി മൂവിങ് ആവറേജ് കണ്ടെത്തുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മന്ത് തന്നിട്ടുണ്ട്, ഓരോ മന്തിലെയും സെയിൽസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3 ഇയർ ആണ് കാണാൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 3 ഇയർലി മൂവിങ് ടോട്ടൽ കാണണം. 3 ഇയർലി മൂവിങ് ടോട്ടൽ എങ്ങനെയാണ് കാണുന്നത്, ഇവിടെ 3 ഇയറിലെ പറഞ്ഞേക്കണം. അപ്പൊ ആദ്യത്തെ 3 ഇയേഴ്സിലെ എന്താണ് 3 ഇയേഴ്സിനെ കൂട്ടണം അല്ലെ, 3 ഇയേഴ്സിലെ സെയിൽസ് ഫിഗറിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ 25 പ്ലസ് 30 പ്ലസ് 28, സോ വി ഗോട്ട് 83. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് എങ്ങനെ കാണേണ്ടത്, ഇപ്പൊ ഈ ആദ്യത്തത് അങ്ങ് ഒഴിവാക്കിയിട്ട് അടുത്ത 3 എണ്ണം 30 പ്ലസ് 28 പ്ലസ് 35 വിച്ച് ഇസ് ഈക്വൽ ടു
93. ഇനി അപ്പം എന്താ അടുത്തതും വിട്ടു. നെക്സ്റ്റ് ഏതാണ് കൂട്ടേണ്ടത്? 28 പ്ലസ് 35 പ്ലസ് 40 ഈക്വൽ ടു 103. നെക്സ്റ്റ് ലാസ്റ്റ് ഏതാണ്? 35 പ്ലസ് 40 പ്ലസ് 32 ഈക്വൽ ടു 107. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 ഇയർലി മൂവിങ് ടോട്ടൽ കിട്ടി. ഇനി ലാസ്റ്റത്തെ കുളത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മൂന്നാമത്തെ ഒരു ഫിഗർ കൂടി ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഫിഗർ ഇല്ലാത്തതുകൊണ്ട് ഈ ലാസ്റ്റ് കോളം നമ്മൾ ബ്ലാങ്ക് ആക്കി വിടുന്നു. അടുത്തത് എന്താണ്? ഇപ്പൊ നമ്മൾ 3 ഇയർലി മൂവിങ് ടോട്ടൽ കണ്ടു. അടുത്തത് എന്താണ്? 3 ഇയർലി മൂവിങ് ആവറേജ് കാണണം. ആവറേജ് നോർമലി എങ്ങനെയാണ് കാണുക? ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര ഇയർ ആണോ നമ്മൾ മൂവിങ് ആവറേജ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 3 ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? സോ വി ആർ ഡിവൈഡിങ് വിത്ത് 3. Okay, so 83 divided by 3, 27.7, 93 divided by 3, 31, 103 divided by 3, 34.3, then 107 divided by 3, 35.7. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കി? ഈ ഇയേഴ്സിന്റെ ഒക്കെ എന്ത് കിട്ടി? മൂവിങ് ആവറേജ് കിട്ടി. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ അടുത്തത് ഇതാ ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടിരുന്ന ഫിഗർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ? അതാണ് ഈ കൊടുത്തിരിക്കുന്ന കോളത്തിൽ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിനെ നമ്മളൊരു ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഫിഗേഴ്സിനെ നമ്മളൊരു ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ നമുക്ക് സെയിൽസ് ഫിഗറും ഉണ്ട്. അതായത് 25, 30 ഇതില്ലേ, ഇതാണ് നമ്മുടെ സെയിൽസ് ഫിഗർ. അതുപോലെ നമ്മുടെ മൂവിങ് ആവറേജ് 3 ഇയർ മൂവിങ് ആവറേജും ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ഗ്രാഫ് പേപ്പർ ഒന്നും വേണമെന്നില്ല. നമ്മൾ ബുക്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തന്നെ ഇതുപോലെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ? ഇങ്ങനെ വരയ്ക്കുന്നത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിലാണ് നമ്മളുടെ ഇയേഴ്സ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്താണ്? മന്ത് ആണ് അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലെ? ഈ മന്ത് നമ്മൾ കാണിക്കുന്നു. ഈ ആക്സിസിൽ എന്താ? വൈ ആക്സിസിൽ നമ്മൾ സെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ബ്ലൂ ലൈനിൽ പോയിരിക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ സെയിൽസ് ആണ്. ഓക്കെ, അതായത് ഇപ്പൊ 25 കണ്ടോ? സെയിൽസ് കണ്ടോ? 25. ആ 25നെ ഇവിടെ എങ്ങനെയാ മാർക്ക് ചെയ്തത്? ജാനുവരിയിൽ 25, പിന്നെ ഫെബ്രുവരിയിൽ 30, ഫെബ്രുവരിയിൽ ഈ പോയിന്റ് 30, മാർച്ചിൽ 28 ഈ പോയിന്റ്, പിന്നെ ഏപ്രിലിൽ 35. ഇങ്ങനെ ഇത് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ സെയിൽസ്, ആക്ച്വൽ സെയിൽസ് ആണ്. എന്നാൽ ഈ പറയുന്ന ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ഈ റെഡ് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? മൂവിങ് ആവറേജ്. അതാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ഈ ഫിഗർ എന്ന് പറയുന്നത്. 27.7. നോക്കൂ, ആദ്യം പിന്നെ നമ്മൾ ഫെബ്രുവരിയിലാണ് അല്ലേ ഈ പറയുന്ന മൂവിങ് ആവറേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഫെബ്രുവരിയിലാണ്. സോ ഫെബ്രുവരിയിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, 27.7. മാർച്ചിൽ 31, കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏപ്രിലിൽ കുറച്ചും കൂടെ ഒരു 34.3, പിന്നെ അതുപോലെ മെയ്യിൽ 35.7. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ചാർട്ടും ഇതുപോലെ നമുക്ക് കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്ചർ നമുക്ക് ആ ആൻസർ ഷീറ്റിൽ തന്നെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് മൂവിങ് ആവറേജ്. ഇങ്ങനെ 3 ഇയർലി മൂവിങ് ആവറേജ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മൂവിങ് ആവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടല്ലേ? അപ്പോൾ നമുക്കിനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്ത് നോക്കിയാലോ? അതായത് 3 ഇയർലി മൂവിങ് ആവറേജും അതുപോലെ 5 ഇയർലി മൂവിങ് ആവറേജും കണക്കാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവ് 3 ഇയർലി ആൻഡ് 5 ഇയർലി മൂവിങ് ആവറേജ് ഫോർ ദ ഫോളോവിങ് സീരീസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇയർ തന്നിട്ടുണ്ട്. ആ ഓരോ ഇയറിലെയും നമ്പർ ഓഫ് സെയിൽസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്കിനി ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ? നമ്മളോട് 2 എണ്ണം ചെയ്യാൻ പറഞ്ഞു. ആദ്യം എന്താണ്? കാൽക്കുലേഷൻ ഓഫ് 3 ഇയർ മൂവിങ് ആവറേജ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 5 ഇയർലി മൂവിങ് ആവറേജ് കാണാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്. ഇപ്പം എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ഇയർ എന്നുള്ളത് നമ്മൾ ആദ്യം ഇയർ ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ രണ്ടാമത് എന്തായിരുന്നു? സെയിൽസ് ഫിഗർ അല്ലേ? ഓക്കെ, സെയിൽസ് ഫിഗർ. ഇനി അപ്പം ഇയറിൽ ഏതൊക്കെയായിരുന്നു? 2010. ഓക്കെ, അതൊരു ഫിഗർ. അതുപോലെ 2011 ഉണ്ട്, 2012 ഉണ്ട്. നമുക്ക് 2012 ഉണ്ട്, 2013 ഉണ്ട്, 2014 ഉണ്ട്, 2015 ഉണ്ട്. ഇതിങ്ങനെ ഫിഗർ നമ്മൾ എഴുതുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സെയിൽസ് എത്രയാണ്? 1, 2, 3, 5, 6, 7, 9, 10 അല്ലേ? ഇതിങ്ങനെ ഫിഗേഴ്സ്, സെയിൽസ് ഫിഗേഴ്സും പോകുന്നു. ഇനി അടുത്ത് നമ്മൾ എന്തായിരുന്നു ഈ കോളത്തിൽ? നേരത്തെ ഇതിൽ ഏതായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യനിൽ? 3 ഇയർ മൂവിങ് ടോട്ടൽ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? 3 ഇയർ മൂവിങ്
ടോട്ടലാണ് നമുക്കിവിടെ വേണ്ടത്. ഈ കോളത്തിലോ 3 ഇയർ മൂവിങ് ആവറേജ്. ഓക്കെ, 3 ഇയർ മൂവിങ് ആവറേജ്. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് നമ്മളോട് 3 ഇയറാ കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്തത്? നമ്മുടെ സെയിൽസിന്റെ ആദ്യത്തെ 3 ഫിഗറാണ് ആദ്യം എടുക്കുന്നത് അല്ലേ, 3 ഇയർ ആവുമ്പോൾ. അത് എവിടെ എഴുതണം? ഈ 3 ഫിഗറിന്റെ നടുക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ്? 1 + 2 + 3. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? 1 + 2 + 3 എത്ര കിട്ടി? 6. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ ആ ഒരു ഫിഗർ മാറ്റിയിട്ട് ബാക്കി 3 എണ്ണം, അതായത് ഇവിടെ 2 + 3 + 5 ഈക്വൽസ് എത്ര കിട്ടി? 10. റൈറ്റ്. ഇനി അടുത്ത എങ്ങനെയാണ്? ഈ ഫിഗർ 2 എന്നുള്ള ഫിഗർ മാറ്റി ബാക്കിയുള്ള 3 എണ്ണം, അതായത് 3 + 5 + 6 ഈക്വൽസ് എത്ര നമുക്ക് കിട്ടുന്നത്? 14. റൈറ്റ്. അടുത്ത എങ്ങനെയാ? ഈ പറയുന്ന 3 എന്ന് പറഞ്ഞ ഫിഗർ മാറ്റി. അപ്പൊ പിന്നെ ഏതാണ് അടുത്ത 3 എണ്ണം? 5 + 6 + 7 അത് ഈക്വൽസ് എത്ര കിട്ടി? 18. റൈറ്റ്. ഇനി അടുത്തത് എത്രയാണ്? ഈ 5 മാറ്റി 6 + 7 + 9 ഈക്വൽസ് എത്ര കിട്ടി? 22. അടുത്ത 6 മാറ്റി ബാക്കി 3 എണ്ണം 7, 9, 10. 7 + 9 + 10 ഈക്വൽസ് എത്ര കിട്ടി നമുക്ക്? 26. ഓക്കെ, അതേപോലെ താഴോട്ട് ഇത് കണ്ടോ, ഇവിടെ 11, അടുത്തത് പിന്നെ 15 തന്നിട്ടുണ്ട്, 20. ഇത്രയാണ് നമ്മുടെ സെയിൽസ് ഫിഗർ അല്ലേ. ഇവിടെ നമുക്ക് 2016, 2017, പിന്നെ 2018 ഉണ്ട്, 2019 ഉണ്ട്, 2020. ഓക്കെ, ഇനി ഇവിടെ താഴോട്ട് ബാക്കി കാണണ്ടേ? എങ്ങനെയാണ് കാണുന്നത്? 7 വിട്ടിട്ട് ബാക്കി 3 എണ്ണം, അതായത് 9 + 10 + 11. ഓക്കെ, അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 30. ഇനി അടുത്തത് എന്താ? ഈ 9 വിട്ടിട്ട് ബാക്കി, അതായത് 10 + 11 + 15 ഈക്വൽസ് എത്ര കിട്ടും? 36. അടുത്തത് 10 വിട്ടിട്ട് ബാക്കി 3 എണ്ണം, അതായത് 11 + 15 + 20 ഈക്വൽസ് എത്ര കിട്ടി? 46. ഇനി അടുത്ത കോളത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 15, 20 ഇനി ഒരു ഫിഗർ കൂടി ഉണ്ടെങ്കിലല്ലേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ബ്ലാക്ക് ആണ്. ഇനി ഇപ്പം നമ്മൾ എന്താ കണ്ടത്? 3 ഇയർ മൂവിങ് ടോട്ടലാണ് കണ്ടുപിടിച്ചത് അല്ലേ. ഇനി നമുക്ക് 3 ഇയർലി മൂവിങ് ആവറേജ് കാണണം. ഓക്കെ, ഇത് നമുക്ക് 3 ഇയറിന് അല്ലെ 3 ഇയർലി മൂവിങ് ആവറേജ് എന്ന് വിളിക്കാം അല്ലേ. ഈ 3 ഇയർലി മൂവിങ് ആവറേജ് എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ടോട്ടൽ ഇവിടെ എത്ര? 6 ഡിവൈഡഡ് ബൈ 3 ഇയർ ആണല്ലേ, സോ 3 ഈക്വൽസ് 2. ഇവിടെ എത്ര കിട്ടുക? 10 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടിയിരിക്കുന്നത്? നമുക്കറിയാം 3.33 കിട്ടും. അടുത്ത ഫിഗർ എത്രയാ? 14 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 4.67 വരും. പിന്നെന്താ? 18 അല്ലേ, 18 ഇവിടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് എത്ര കിട്ടും? 6. റൈറ്റ്. ഇനി 22 അല്ലേ, ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 7.33. ഇനി അടുത്ത എത്രയാണ്? 26 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, എത്ര കിട്ടുക? 8.67 കിട്ടും. അതുപോലെ 30 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 10 കിട്ടും. അടുത്ത എത്രയാ? 36 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 12 അല്ലേ. യെസ്. അടുത്ത എത്രയാണ്? 46 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് 15.33. ഈ കോളത്തിലില്ല. ഓക്കെ, സിമ്പിൾ അല്ലേ. ഈസി ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മൂവിങ് ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു. റൈറ്റ്. ഇനി അപ്പോൾ ഇതിപ്പോൾ 3 ഇയർലി മൂവിങ് ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി ഇതിൻ്റെ എന്തായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്തായിരുന്നു? ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് 5 ഇയർലിയും കൂടെ കണ്ടുപിടിച്ചിട്ട് ഒന്നിച്ചൊറ്റ ഗ്രാഫ് വരച്ചാലോ? ഒരു ഗ്രാഫിൽ തന്നെ 3 ഇയർലിയുടെയും 5 ഇയർലിയുടെയും ഒരുമിച്ച് വരയ്ക്കുക അല്ലേ. യെസ്. 5 ഇയർലി ഇനി എങ്ങനെയാണ് കാണുന്നത്? 3 ഇയർലി നമ്മൾ കണ്ടു അല്ലേ. നമുക്കിനി 5 ഇയർലി എങ്ങനെയാണ് കാണുന്നത്? ഇതേപോലെ നമ്മളിവിടെ എന്താണ് സെയിം, അത് ഒരൊറ്റ കോളത്തിൽ തന്നെ വേണേൽ ചെയ്യാം കേട്ടോ. അടുത്തത് 5 ഇയർലി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്തില്ല, ലാസ്റ്റ് ചെയ്തിട്ട് അടുത്ത കോളത്തിൽ 5 ഇയർലി മൂവിങ് ടോട്ടൽ, 5 ഇയർലി മൂവിങ് ആവറേജ്, അങ്ങനെ ഒരൊറ്റ കോളത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതും രണ്ടായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ഇയർ, പിന്നെ ഇവിടെ എന്താണ്? സെയിൽസ് അല്ലേ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ 2010, 2011, 2012, 2013,
2014, 2015, പിന്നെന്താണ് 2016, 2017, 2018, 2019 ആൻഡ് 2020. സെയിൽസ് എത്രയായിരുന്നു? 1, 2, 3, 5, 6, 7, 9, then 10, then 11, 15 ആൻഡ് 20. അപ്പോൾ സെയിൽസ് ഫിഗറും ആയി. ഇത് രണ്ടും നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇവിടെ എന്താ? 3 ഇയർലി മൂവിങ് ആവറേജിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? 5 ഇയർലി മൂവിങ് ആവറേജ്, അല്ല മൂവിങ് ടോട്ടൽ അല്ലേ? 5 ഇയർലി മൂവിങ് ടോട്ടൽ. ഇവിടെയാണെങ്കിൽ 5 ഇയർലി മൂവിങ് ആവറേജ്. ഓക്കെ, ഇത് 5 ഇയർലി മൂവിങ് ടോട്ടൽ, ഇത് 5 ഇയർലി മൂവിങ് ആവറേജ്. നേരത്തെ നമ്മൾ 3 ഇയർലി മൂവിങ് ആവറേജ് കണ്ടപ്പോൾ 3 ഫിഗർ എടുത്തുവെങ്കിൽ 5 ഇയർലിക്ക് നോർമലി എത്രയായിരിക്കും എടുക്കുക? ഒബ്വിയസ്ലി 5 ഫിഗേഴ്സ് എടുക്കണം. അതായത് 1 + 2 + 3 + 5 + 6. അപ്പം അത് എടുക്കേണ്ടത് നടുക്കാണ് എഴുതേണ്ടത് നമ്മൾ പറഞ്ഞല്ലേ? ആ കിട്ടുന്ന ഫിഗർ 5 ആണെങ്കിൽ അതിന് മിഡിൽ വൺ ഏതാണോ അതിലാണ് എഴുതേണ്ടത്. ഇവിടെ ഇതാണ് മിഡിൽ വൺ അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാ? ഓക്കെ, ഇവിടെ മിഡിൽ വണ്ണിൽ 1 + then 2 + 3 + 5 + 6. ഓക്കെ, അപ്പം നമുക്ക് എത്ര എമൗണ്ട് കിട്ടുന്നത്? 17. ഓക്കെ, ഇനി അപ്പം അടുത്തത് ഇനി ഏതായിരിക്കും? ആദ്യത്തെ ഒന്ന് വിട്ടിട്ട് ബാക്കി എഴുതുന്നു അല്ലേ? അത്രയാണ് 2 + 3 + 5 + 6 + 7 അല്ലേ? ഈ 7. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടുന്നത്? 23. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? അപ്പം ഇനി അടുത്ത ആ 2 വിട്ടു, അടുത്ത 3 തൊട്ട് അല്ലേ? 3 + 5 + 6 + 7 + 9 ഈക്വൽസ് എത്ര കിട്ടി? 30. ഓക്കെ, ഇനി അടുത്തേതാ? അപ്പം ആ 3 നമ്മൾ വിട്ടു, അടുത്ത 5 എടുക്കുന്നു. അതായത് 5 + 6 + 7 + 9 + ഈ പറയുന്ന 10. ഓക്കെ, അപ്പം നമുക്ക് എത്ര ഫിഗർ കിട്ടുക? 37. അടുത്തേതാ? ഈ 5 വിട്ടിട്ട് അല്ലേ? ഈ 5 വിട്ടു, ബാക്കി 5 എടുക്കുന്നു. അതായത് 6 + 7 + 9 + 10 + ലാസ്റ്റ് വൺ 11 നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, എത്ര കിട്ടി നമുക്ക്? ടോട്ടൽ 43. അടുത്തേതാ? ഈ 6 നമ്മൾ ഒഴിവാക്കി, ബാക്കി 5. അതായത് 7 + 9 + 10 + 11 + 15 അല്ലേ? ഇവിടെ 15 അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ടോട്ടൽ എത്ര കിട്ടും? 52. ഇനി അടുത്ത എന്താ? 7 ഒഴിവാക്കി, പിന്നെ അടുത്ത നമുക്ക് എത്ര കിട്ടണം? 5 വേണം അല്ലേ? 7 നമ്മൾ ഒഴിവാക്കി, പിന്നെ 5 ഉണ്ട്. 1, 2, 3, 4, 5 ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം എങ്ങനെയാണ്? 9 + 10 + 11 + 15 + 20 റൈറ്റ് ഈക്വൽസ് എത്ര കിട്ടി നമുക്ക്? 65 കിട്ടും അല്ലേ? 65. ഇനി ഇവിടോട്ട് അടുത്ത ഈ പറയുന്ന 9 ഒഴിവാക്കിയാൽ പിന്നെ 4 ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഈ 2 കോളത്തിൽ ഇനി ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ 2 കോളം നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വന്നു. അപ്പം ഇപ്പം നമ്മൾ എന്തായി? മൂവിങ് 5 ഇയർലി മൂവിങ് ടോട്ടലാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് 5 ഇയർലി മൂവിങ് ആവറേജ് കാണണം അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ആവറേജ് കാണുന്നത്? ഈ ടോട്ടൽ, അതായത് ഇപ്പോൾ ഈ കോളത്തിൽ നോക്കിയാൽ എത്ര? 17 ഡിവൈഡഡ് ബൈ നേരത്തെ 3 ഇയർലിയിൽ നമ്മൾ എന്താ ചെയ്തത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 ഇയർലിയിൽ നമ്മൾ എത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 3.4. ഇനി 23 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടുന്നു? 4.6. ഓക്കെ, ഇനി അടുത്തത് എത്രയാ? 30 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടി? നമുക്ക് അറിയാം 6 ആണ് എന്നറിയാം. ഓക്കെ, ഇനി നമ്മൾ എന്താ? 37 ഡിവൈഡഡ് ബൈ 5 എത്ര നമുക്ക് കിട്ടുക? 7.4 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 43 ആണല്ലേ? 43 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 8.6 കിട്ടും. ഇനി 52 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും നമുക്ക്? 10.4 കിട്ടും. ഇനി അടുത്തത് ഏതാ? 65 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടി? 13. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ 5 ഇയർലി മൂവിങ് ആവറേജ് കണ്ടു. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് എന്താണ് ഈ പറയുന്ന ആ ക്വസ്റ്റ്യൻ്റെ അതിപ്പോൾ നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്തില്ലേ? അത് ഞാൻ നേരത്തെ ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഇത് കണ്ടോ? 3 ഇയർലി മൂവിങ് ആവറേജ് കണ്ടത്, അതിൻ്റെ ടോട്ടൽ മൂവിങ് ആവറേജ് കണ്ടു അല്ലേ? ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 5 ഇയർലി ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ? അതേ തന്നെ സെയിം ഇത് കണ്ടോ? 5 ഇയർലി മൂവിങ് ടോട്ടലും 5 ഇയർലി മൂവിങ് ആവറേജും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇത് രണ്ടും കൂടെ ഒരൊറ്റ
കാരണം ഒരൊറ്റ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഒരൊറ്റ ഗ്രാഫിലോട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ട് ഇനി വേണ്ട നിങ്ങൾക്ക് ഇനി 2 ഗ്രാഫായിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ ഇയർ താഴെ കൊടുത്ത് എക്സ് ആക്സിസിൽ ഇയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ് ആക്സിൽ നിങ്ങൾക്ക് ഇയർ കാണാം, ദെൻ വൈ ആക്സിസിൽ നിങ്ങൾക്ക് സെയിൽസ് ഫിഗേഴ്സ് കാണാം അല്ലേ. ഇനി നമ്മൾ ഒരു സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഈ ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന 3 ഇയർലി മൂവിങ് ആവറേജ്. ഇവിടെ നമ്മൾ ഒറിജിനൽ സെയിൽസ് എത്രയാണെന്ന് കാണിച്ചിട്ടില്ല, മൂവിങ് ആവറേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അല്ലേ ഇതിൽ. ഇതിൽ 3 ഇയർ മൂവിങ് ആവറേജ് എന്ന് പറയുന്നതാണ് ഈ ഒരു ബ്ലൂ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് 5 ഇയർ മൂവിങ് ആവറേജ് ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എൻ്റെ ഗ്രാഫും കൂടെ വരച്ചാൽ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ആക്ച്വലി പറഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് പഠിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് മൂവിങ് ആവറേജ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റ് മീൻസ് എന്താണ് ടൈം സീരീസ് അനാലിസിസിൽ ഈ മൂവിങ് ആവറേജ് മെത്തേഡ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ പറയുന്ന കാൽക്കുലേറ്റിംഗ് മൂവിങ് ആവറേജ് ഫോർ ഈവൻ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇപ്പോൾ 3 ഇയർ 5 ഇയർ അതൊക്കെ ഒറ്റ സംഖ്യകളാണ് അല്ലേ, അതായത് ഓഡ് നമ്പേഴ്സാണ്. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ, അതായത് ആ ഇയർ എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ ഹൗ ഡു വി കാൽക്കുലേറ്റ് ദിസ് മൂവിങ് ആവറേജ്, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലിവിടെ നോക്കൂ, ഇവിടെ ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ നോക്കി ഗിവ് 4 ഇയർലി മൂവിങ് ആവറേജ് ഫോർ ദ ഫോളോവിങ് സീരീസ്. ഓൾസോ പ്ലോട്ട് ദി ഗിവൺ വാല്യൂസ് ആൻഡ് ട്രെൻഡ് വാല്യൂസ് ഓൺ എ ഗ്രാഫ്. ഇവിടെ നമുക്ക് ഒരു ഇയർ തന്നിട്ടുണ്ട്, ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ തന്നിട്ടുണ്ട്. അതായത് ഇയർ തന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, പിന്നെ സെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ, ആസ് യൂഷ്വൽ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ അതിൻ്റെ ആൻസറിലോട്ട് പോവുകയാണ് അല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, അതിൻ്റെ ആൻസറിലോട്ട് പോവുകയാണ്. ഈ 4 ഇയർ കാൽക്കുലേഷൻ ഓഫ് 4 ഇയർ മൂവിങ് ആവറേജ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആൻസേഴ്സ് മീൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇയർ തന്നിട്ടുണ്ട്, അതുപോലെ സെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നേരത്തെ നമ്മൾ 3 ഇയർലി മൂവിങ് ടോട്ടൽ അതുപോലെ 5 ഇയർലി മൂവിങ് ടോട്ടലും അതുപോലെ അതിൻ്റെ ആവറേജും ഒക്കെ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യത്തെ കോളത്തിൽ 4 ഇയർലി മൂവിങ് ടോട്ടൽ കാണണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളത്തിൽ 4 ഇയർലി മൂവിങ് ആവറേജ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആദ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയോ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 വർഷമാണെങ്കിൽ ആദ്യത്തെ 3 വർഷത്തെ എടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ 4 വർഷം എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യത്തെ 4 വർഷം നമ്മൾ എടുക്കുന്നു. ഇവിടെ സെയിൽസ് ഫിഗേഴ്സ് ഏതൊക്കെയാ, 2 + 3 + 5 + 6 അല്ലേ. ഇത് നോക്കിക്കോ, നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ പാറ്റേണിൽ എവിടെയായിരുന്നു എഴുതിയിരുന്നത്, ആ മിഡിൽ വണ്ണിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ മിഡിൽ വൺ എന്ന് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റുമോ, ഈ ഒരു ലൈൻ ആയിരിക്കും ചിലപ്പോൾ മിഡിൽ അല്ലേ, ഈ ഒരു പോർഷനാണ് നമ്മുടെ മിഡില്. പക്ഷെ ഇവിടെ ഒരു കോളത്തിൽ നമ്മൾ എഴുതണമെന്ന് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് മിഡിൽ വണ്ണ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഏതാണ്, 3rd കോളമാണ് അല്ലേ, അവിടെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, മിഡിൽ കോളം എന്ന് പറയുന്നത് ഇവിടെയാണ് അതിൻ്റെ സെപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നെക്സ്റ്റ് കോളത്തിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഈ 5ന്റെ ഓപ്പോസിറ്റ് ഈ കോളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് 2 + 3 + 5 + 6 ഇങ്ങനെ പോകുന്നു. ഓക്കെ, എത്ര കിട്ടുന്നു, 16. അടുത്തത് എങ്ങനെയാ, ഇതേപോലെ തന്നെ നമ്മൾ ആ ഫസ്റ്റത്തെ ഒഴിവാക്കി അടുത്ത 4 എണ്ണം. അപ്പോൾ എങ്ങനെയാണ്, 3 + 5 + 6 + 7 റൈറ്റ് = 21. അടുത്ത എങ്ങനെയാ, ആ 3 ഒഴിവാക്കിയിട്ട് 5 + 6 + 7 + 9. അടുത്തത് 9 അല്ലേ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. 27 കിട്ടി. നെക്സ്റ്റ് എന്താണ്, 6 + 7 + 9 + 10 അല്ലേ, ഈ 10 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 32 റൈറ്റ്. അതിന് എങ്ങനെയാണ്, 7 + 9 + 10 + 11. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 37. ഇനി അടുത്ത നമ്മൾ എന്താ, ഈ ഒരു 7 നമ്മൾ ഒഴിവാക്കുന്നു, അടുത്ത 4 എണ്ണം അല്ലേ. അപ്പോൾ എത്രയാ, 9 + 10 + 11 + പിന്നെ ഏതാ ഈ പറയുന്ന 15 ഈക്വൽസ് എത്ര കിട്ടി നമുക്ക്, 45. ക്ലിയർ. ഇനി അടുത്ത 4 എടുക്കുന്ന ഈ പറയുന്ന നമ്മൾ 9 നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് 10 അല്ലേ. പിന്നെ ഇനി നമുക്ക് എന്താ 10 തൊട്ട് എടുക്കേണ്ടത്, 10 + 11
പ്ലസ് 15 പ്ലസ് 20 വിച്ച് ഇസ് ഈക്വൽ ടു 56 അല്ലേ? 56 നമുക്ക് കിട്ടും. അടുത്ത കോളം നമുക്ക് ഇനി എടുക്കാൻ പറ്റുമോ? കാരണം എടുക്കാൻ പറ്റാത്ത എന്താ, പിന്നെ ഇവിടെ നമ്മൾ കൂട്ടിയാൽ ഇപ്പോൾ 10 ഒഴിവാക്കിയാൽ പിന്നെ 3 എണ്ണേ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ? 3 ഫിഗേഴ്സ്. നമുക്ക് എത്ര എണ്ണം വേണം? 4 ഫിഗർ വേണം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താക്കി? ഈ കോളം ബ്ലാങ്ക് ആക്കി. ഓക്കെ, ഈ കോളം നമുക്ക് ഇല്ല. ഇനി ഇപ്പൊ നമ്മൾ എന്തായി? മൂവിങ് ടോട്ടൽ, 4 ഇയർലി മൂവിങ് ടോട്ടൽ നമ്മൾ കണ്ടല്ലേ? ഇനി നമുക്ക് 4 ഇയർലി മൂവിങ് ആവറേജ് കാണും. എങ്ങനെയാണ് നേരത്തെ കണ്ടത്? അതേപോലെ ഇതാ ഈ ടോട്ടൽ 16 ഡിവൈഡഡ് ബൈ 4 മേലെ കാണുന്നേ വിച്ച് ഈക്വൽ ടു 4. ഇങ്ങനെ ഇതിന്റെ മൊത്തം എന്ത് കാണുന്നു? നമ്മൾ ഈ പറയുന്ന ടോട്ടൽ കാണുന്നു. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, 21 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടി നമുക്ക്? 5.25 കിട്ടും. അതുപോലെ 27 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും നമുക്ക്? 6.75 കിട്ടും. അതുപോലെ 32 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും നമുക്ക്? 8 അല്ലേ? അതുപോലെ 37 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും നമുക്ക്? 9.25 കിട്ടും. അതുപോലെ 45 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും നമുക്ക്? 11.25 കിട്ടും. ഓക്കെ, ഇനി അടുത്തെന്താ? 56 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും നമുക്ക്? 14. ഇതുവരെ ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. 2 പോയിന്റ് മൂവിങ് ടോട്ടൽ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 2 പോയിന്റ് മൂവിങ് ടോട്ടൽ. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ എന്താണ്? 4 എടുത്തു, അതിന്റെ മൂവിങ് ആവറേജ് ആണ് കണ്ടത് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വരെ നമ്മൾ ആവറേജ്, ഈ ആവറേജിനെ വീണ്ടും രണ്ടെണ്ണം വെച്ച് അതിന്റെ ആവറേജ് നമ്മൾ കാണുന്നു. അതായത് 2 പോയിന്റ് മൂവിങ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പോയിന്റ്. ഓക്കെ, ആദ്യത്തെ 2 പോയിന്റ്, അതായത് 4 ഉം 5 ഉം. അത് ഏതാ? രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതും. അതായത് 4 പ്ലസ് 5.25. ഓക്കെ, എത്ര കിട്ടും? 9.25. ഇങ്ങനെ. ഇനി അടുത്ത ഏതായിരിക്കും? ഈ 4 വിട്ടിട്ട് അടുത്ത് 5.25 പ്ലസ് 6.75. ഓക്കെ, അടുത്തത് എങ്ങനെയായിരിക്കും? ഈ ഇത് വിട്ടിട്ട് 5.25 വിട്ടു, പിന്നെ എന്താണ്? 6.75 പ്ലസ് 8 അല്ലേ? ഇങ്ങനെയാണ് ഇത് കാണുന്നത്. പിന്നെ അടുത്ത എന്താണ്? 6.5 വിട്ടാൽ 8 പ്ലസ് 9.25 അതിന്റെ കാൽക്കുലേഷൻ. അടുത്ത എന്താണ്? ഈ പറയുന്ന 8 ഒഴിവാക്കിയാൽ പിന്നെ എന്താണ്? 9.25 പ്ലസ് 11.25. ഓക്കെ, അടുത്ത എന്താണ്? 9.25 കഴിഞ്ഞാൽ 11.25 പ്ലസ് 14. ഈ ഫിഗർ കിട്ടും അല്ലേ? ഇനി ഈ ഫിഗറിനെ നമ്മൾ എന്താക്കുന്നു? ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. വീണ്ടും സെൻട്രേഡ് കാണണമെങ്കിൽ ആവറേജ് സെൻട്രേഡ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പറയുന്ന ഫിഗർ ഉണ്ടല്ലോ 9.25, അതായത് ഈ ഫിഗർ അല്ലേ? ഓക്കെ, 9.25 ഡിവൈഡഡ് ബൈ ആവറേജ് എങ്ങനെ കണ്ടത്? 2 പോയിന്റ് ആയിരുന്നു അല്ലേ? അതുകൊണ്ട് 2 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര നമുക്ക് കിട്ടണം? 4.6 സംതിങ് കിട്ടും അല്ലേ? 62 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? ഇതിന്റെ എത്രയാണോ വരുന്ന ടോട്ടൽ ഫിഗർ അതിന് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചെയ്തതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നോക്കൂ, കണ്ടോ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ ആദ്യം 4 ഇയർലി മൂവിങ് ടോട്ടൽ കണ്ടു അല്ലേ? എങ്ങനെയാ കണ്ടത്? ആദ്യത്തെ 4 ഫിഗേഴ്സ് അല്ലേ? 2 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 6 ഈച്ച് ഇസ് ഈക്വൽ ടു 16. ഇങ്ങനെ നമ്മൾ ഇതിന്റെ മുഴുവൻ കണ്ടു. അടുത്തത് എന്താ ചെയ്തേ? അതിന്റെ ആവറേജ് കണ്ടു. എങ്ങനെയാണ്? ഈ ടോട്ടൽ 16 ഡിവൈഡഡ് ബൈ 4 ഇയർലി ആയതുകൊണ്ട് 4 ഈസ് ഈക്വൽ ടു 4. ഇങ്ങനെ നമ്മൾ ഇതിന്റെ എല്ലാം കണ്ടു അല്ലേ? ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്തത് നമുക്ക് 2 പോയിന്റ് മൂവിങ് ആവറേജ് ആണ് ഇനി കാണേണ്ടത്. 2 പോയിന്റ് മൂവിങ് ആവറേജ് കാണാൻ എന്താ? ആദ്യത്തെ 2 എണ്ണം മാത്രം നമ്മൾ ക്ലബ് ചെയ്തു. സോ 4 പ്ലസ് 2.25 സോറി 4 പ്ലസ് 5.25 ആണ്. 5.25 വിച്ച് ഇസ് ഈക്വൽ, അങ്ങനെ നമ്മൾ കണ്ടു. ഇനി അതിങ്ങനെ താഴെ വരെ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ദെൻ ഈ കാൽക്കുലേഷൻസിനെ വീണ്ടും നമ്മൾ എന്താക്കി? ഇവിടെ ആവറേജ് സെൻറ്റേർഡ് കാണണമെങ്കിൽ 2 പോയിന്റ് അല്ലേ? അപ്പോൾ കിട്ടിയ ടോട്ടൽ ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇതാണ് ഈ ഫിഗർ ആണ് ആക്ച്വലി നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ആവറേജ് സെൻറ്റേർഡ് എന്ന് പറയുന്നത്. ഇത് 4 ഇയറിൽ, അതായത് ഒരു ഓഡ് നമ്പർ വരുമ്പോഴാണ്, സോറി ഈവൻ നമ്പർ വരുമ്പോഴാണ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതിനെ ഒരു ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇതിൽ നമ്മളോട് 4 ഇയർലി അല്ലേ കണ്ടത്? ഇത് നമ്മുടെ ഗിവൺ സെയിൽസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന സെയിൽസ് ഫിഗറാണ് ഈ പറയുന്ന ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നത്. ഇനി അതുപോലെ ഈ ഓറഞ്ച് കളറിൽ തന്നിരിക്കുന്നതോ അത് നമ്മളുടെ മൂവിങ് ആവറേജ്. അതായത് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചതുണ്ടല്ലോ, അതായത് ഇത് ആവറേജ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഫിഗേഴ്സ് ഉണ്ടല്ലോ 4.626, ഈ പറഞ്ഞ ഫിഗർ. ഇതാണ് ശരിക്കും നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്?
ഈ പറഞ്ഞ ട്രെൻഡ് വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു മൂവിങ് ആവറേജ് വാല്യൂ ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് ആണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിൽ ശരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, അതിന് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് ഡാറ്റ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. ഇറ്റ് പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് വേ ടു എസ്റ്റിമേറ്റ് ദി പാരാമീറ്റേഴ്സ് ഓഫ് എ ലീനിയർ ട്രെൻഡ് ഇൻ ടൈം സീരീസ് അനാലിസിസ്. ആക്ച്വലി ഓരോ മെത്തേഡും ഇപ്പം എന്താ പഴയ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് വന്ന മെത്തേഡിൻ്റെ ഡ്രോബാക്സ് കണ്ടുപിടിച്ച് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലാണ് ഓരോ മെത്തേഡും വന്നേക്കുന്നത്. അതിലിപ്പം ഏറ്റവും കുറച്ച് ബെറ്റർ എന്ന് പറയാവുന്ന, ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ എന്ന് പറയാവുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന്. വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡുമാണ്. ഓക്കെ, ഫിക്സിങ് എ ട്രെൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നുകൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിൽ എങ്ങനെയാണ് ഒരു ടൈം സീരീസ് അനാലിസിസ് നടത്തുന്നതെന്ന് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയോ, യൂസിങ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഓർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ഇക്വേഷൻ ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ ആൻഡ് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2005. നമ്മളോടൊരു സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ്, ഒന്നെങ്കിൽ ആ ട്രെൻഡിൻ്റെ ഗ്രാഫ് ഒരെണ്ണം, നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ഒരെണ്ണം വരയ്ക്കുക, അതിന് അതിൻ്റെ ഇക്വേഷൻ കണ്ടെത്തുക അല്ലേ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളോട് 2005 വരാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് എത്രയുണ്ട് എന്നുകൂടി കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ, നമുക്ക് ഇയർ തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പ്രോഫിറ്റും തന്നിട്ടുണ്ട് അല്ലേ. ഇയർ 1975 മുതൽ 2000 വരെ. ഇപ്പോൾ ഇവിടെ നോക്കി, ഇത് കണ്ടിന്യൂസ് ഡാറ്റ അല്ല നമുക്ക് തന്നേക്കുന്നത് അല്ലേ. അതുപോലെ പ്രോഫിറ്റും നമുക്ക് ഈ പറയുന്ന വർഷങ്ങളിൽ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഇത് 2000 വരെ ഉള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളോട് ഇനി 2005 കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. സൊല്യൂഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലം പോലെ തന്നെ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കാം. ഒന്നെന്താണ്, ഇയർ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഇയർ നമ്മൾ അതുപോലെ ഇവിടെ എന്താണ് നോട്ട് ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇയർ എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കൂ, 6 നമ്പർ ഉണ്ട് അല്ലേ. 1970 ഇത് 1 2 3 4 5 6 അല്ലേ, 6. അതാണ് n=6 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് പ്രോഫിറ്റിൻ്റെ സമ്മേഷനാണ് എടുത്തേക്കുന്നത്. അതാണ് സിഗ്മ വൈ എന്ന് പറയുന്നത്. സിഗ്മ വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മേഷനാണ്. ആഡ് ചെയ്ത് ടോട്ടൽ കിട്ടിയിരിക്കുന്നതാണ് 108 എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ. ഇനി അപ്പോൾ ഇത്രയും വരെ നമുക്ക് മനസ്സിലായല്ലോ. യെസ്, ഇനി നോക്കിക്കോ, അടുത്ത ഒരു കോളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ പ്രോഫിറ്റിന് നമ്മൾ വൈ എന്ന് പറഞ്ഞിട്ടെടുത്തു അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ എക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ എക്സ് മൈനസ് ഈ ഒരു ഫിഗറാണ്. എങ്ങനെയാണ് ഈ ഒരു ഫിഗർ കണ്ടത്? ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഈ ഇയർ ആണ്. ഇവിടുത്തെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഇയർ ആണ് കേട്ടോ. ഓക്കെ, ഇനി വൈ എന്ന് പറയുന്ന പ്രോഫിറ്റ്. നമുക്ക് സ്മോൾ എക്സ് കണ്ടെത്തണം. ഈ സ്മോൾ എക്സ് കണ്ടെത്തണമെങ്കിൽ ക്യാപിറ്റൽ എക്സിൽ നിന്നും, അതായത് ഇയറിൽ നിന്നും ഈ ഒരു ഫിഗർ, ഈ ഒരു ഇയർ നമ്മൾ മൈനസ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഈ ഒരു ഫിഗർ നമ്മൾ കണ്ടെത്തുന്നതെന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നു. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നോക്കൂ, ടോട്ടൽ ഇയർ എന്ന് പറയുന്നത് 6 ആണല്ലേ. അപ്പം ഇതിൻ്റെ മിഡിൽ വൺ നമുക്ക് കണ്ടെത്തണം. ഈ 6ന്റെ മിഡിൽ വൺ എവിടെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഫിഗറുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഫിഗറുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനാണ് ഇതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ മിഡിലിൽ വരുമ്പം ഇവിടെ ഒരു ഫിഗർ, നമുക്ക് നടുക്കത്തൊരു ഫിഗർ എന്ന് പറയാനില്ല അല്ലേ. ഈക്വൽ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ഈക്വൽ ആണ്, 3 ഇയേഴ്സ് ഈച്ച് ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു മിഡിൽ ഇയർ കണ്ടെത്തുക? ആ മിഡിലിൽ വരുന്നത്, ഇതിപ്പോൾ മിഡിലിൽ 2 ഇയർ വരുന്നില്ലേ, 85 വരുന്നുണ്ട്, 90 വരുന്നുണ്ട്. ഇതിന് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുക. അതായത് 1985 പ്ലസ് 1990 ഡിവൈഡഡ് ബൈ 2. അതാണ് ഈ പറയുന്ന 1987.5 എന്ന് പറയുന്ന ഫിഗർ. അങ്ങനെയാണ് കിട്ടുന്നത്.
ക്ലിയർ ആയോ? ഓക്കെ, അതായത് ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 6 വർഷം ഉള്ളത് അല്ലേ? ഈ 6 വർഷത്തിന്റെ മിഡിൽ ഇയർ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആ മിഡിൽ ഇവിടെ എക്സാക്ട്ലി മിഡിൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമായിട്ട് മിഡിൽ ഇയർ ഇല്ല നമുക്കിവിടെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കിയ ആ 2 എണ്ണത്തിനെ മിഡിൽ ഇയർ ആയിട്ട് എടുത്തു. ഇതിനെ തമ്മിൽ കൂട്ടി എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ഈ ഫിഗർ. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കിക്കേ. ഇവിടെ ഇപ്പം നമുക്ക് ഇരട്ട സംഖ്യയാണ്, അതായത് കിട്ടിയിരിക്കുന്നത് അല്ലേ? 6 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യ. ഇതൊരു ഓഡ് നമ്പർ ആണെങ്കിലോ ഒറ്റ സംഖ്യ ആണെങ്കിലോ, അതായത് ഇപ്പം 5, 4 എന്നൊക്കെ ആണെങ്കിലോ കൃത്യമായിട്ട് നമുക്ക് മിഡിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ? കൃത്യമായിട്ട് നമുക്ക് മിഡിൽ ഏതാണെന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ വരെയുള്ളൂ, 2000 ഇല്ല, 1995 വരെയാണ് ഉള്ളതെങ്കിൽ അപ്പോൾ 5 ഫിഗേഴ്സ് അല്ലേ? 1995 വരെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ 1985 ആയിരിക്കും നമുക്ക് അതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫിഗർ എത്തിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവളെ ഈ ഒരു കോളമാണല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ കോളം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സാക്ട്ലി ഇതാ എക്സ് ഡിവൈഡഡ് ബൈ 1987.5 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഇയർ ആണ് എക്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? നോക്കൂ, 1975 മൈനസ് അതായത് എക്സ് ആക്സിസിൽ എക്സ് എന്ന് പറയുന്നത് 1975 ആണ്, അത് മൈനസ് ഈ ഫിഗർ, അതായത് 1987.5. അപ്പോൾ നമുക്ക് 12.5 കിട്ടി. അഗെയിൻ 1980, അതായത് ഈ 1918 ഡിവൈഡഡ് ബൈ 1987.5, അഗെയിൻ നമുക്ക് 7.5 കിട്ടി. അടുത്ത എന്താ? 1985 മൈനസ് 1987.5, 2.5 കിട്ടി. ദെൻ 1990 മൈനസ് 1980.5, അതായത് ഈ ഫിഗർ 1980.5 വിച്ച് ഇസ് ഈക്വൽ ടു 2.5. ഇങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ചു. ഇത് ക്ലിയർ ആണല്ലോ? അടുത്ത ഒരു കോളം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ആദ്യം നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നു, രണ്ടാമത്തത് എക്സ് സ്ക്വയർ കാണണം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 12.5 ഇൻറ്റു 12.5, അതാണല്ലോ സ്ക്വയർ കാണുന്നത്, അങ്ങനെയല്ലേ? അപ്പോൾ അത് 156.12. അതുപോലെ 7.5 ഇൻറ്റു 7.5 എത്ര കിട്ടും? അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 56.25. 2.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6.25, അഗെയിൻ ഇത് 6.25. ദെൻ 7.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 56.25. ദെൻ 12.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 156.25. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ നമ്മൾ കണ്ടെത്തി. പിന്നെ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ ആണ് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ 12.5, 7.5, ഇതാണ് നമ്മുടെ എക്സ്. എക്സ് ഇൻറ്റു എന്ത് വേണമെന്നാണ് പറഞ്ഞേക്കണേ? വൈ, അതായത് ഈ പറഞ്ഞ പ്രോഫിറ്റ് 10, 13, 15, 20 ഇതല്ലേ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടുന്നത് നോക്കിയോ? 12.5 എന്ന് പറയുന്നത് 12.5 ഇൻറ്റു 10. ഓക്കെ, ഇങ്ങനെ 12.5 ഇൻറ്റു 10. അപ്പോൾ ഇതിവിടെ മൈനസ് 12.5 അവിടെ കിട്ടുക. ഓക്കെ, ഇത് മൈനസ് 12.5, കാരണം 1975 മൈനസ് 1987.5 ആണ്. അതാണ് ഇപ്പോൾ ഈ മൈനസ് ഫിഗർ ആണ് കേട്ടോ ഈ കിടക്കുന്നത്. ഓക്കെ, ഇത് മൈനസ് ആണ്, മൈനസ് 12.5 ആണ്. ഇവിടെ നോക്കിയേ മൈനസ് 7.5 ആണ്. ഇവിടെ നോക്കിയേ മൈനസ് 2.5 ആണ്. പക്ഷെ ഇവിടെ തൊട്ട് പോസിറ്റീവ് ഫിഗറായി 2.5, 7.5, 12.5. അപ്പോൾ അതുകൊണ്ടാണ് മൈനസ് മൈനസ് 12.5 ഇൻറ്റു 10 എന്ന് പറയുന്നത് മൈനസ് 125. മൈനസ് 7.5 ഇൻറ്റു 13 എന്ന് പറയുന്നത് മൈനസ് 97.5. ദെൻ മൈനസ് 2.5 ഇൻറ്റു 15 എന്ന് പറയുന്നത് മൈനസ് 37.5. ദെൻ 2.5 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 50. 7.5 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ 165. ദെൻ 12.5 ഇൻറ്റു 28 എന്ന് പറഞ്ഞാൽ 350. സോ വി ഗോട്ട് എക്സ് ഇൻറ്റു വൈയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ട്രെൻഡ് വാല്യൂസ് കണ്ടെത്തണം. ട്രെൻഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ഓക്കെ, y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ഇനി എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ്? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എയും ബിയും എക്സും ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ നമുക്ക് അറിയണം അല്ലേ? എക്സ് ഇസ് ഓൾറെഡി ഗിവൺ അല്ലേ? ഇതാണ് എക്സ് എന്ന് പറയുന്ന ഫിഗേഴ്സ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടെത്തണ്ടേ? യെസ്. ഇനി നമുക്ക് എയും ബിയും, അതായത് ഈ y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ്, ഇതെങ്ങനെ നമ്മൾ കണ്ടെത്താൻ നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ വൈ, ഇതല്ലേ പ്രോഫിറ്റ്. ഇതിന്റെ സിഗ്മ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? സിഗ്മ എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തം ആഡ് ചെയ്തു. എത്ര കിട്ടി? അതായത് 10 പ്ലസ് 13 പ്ലസ് 15 പ്ലസ് 20 പ്ലസ് 22 പ്ലസ് 28, വി ഗോട്ട് 108. അതേപോലെ എക്സ് സ്ക്വയറിന്റെ സിഗ്മ കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? അതായത് 156.25, 56.25 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 437.5 നമുക്ക് കിട്ടി. അതേപോലെ നമ്മൾ എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് വൈയുടെ സിഗ്മ നമ്മൾ കണ്ടെത്തി 305 നമുക്ക് ഓൾറെഡി കിട്ടി. റൈറ്റ്.
അപ്പം ഇതിവിടെ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ y = a + b എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തണമെങ്കിൽ എ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താ? സിഗ്മ y / n. എത്ര സിഗ്മ y നമുക്ക് കിട്ടിയേക്കണേ? സി നോക്കിക്കേ, സിഗ്മ y = 108. റൈറ്റ്. ഇനി n എത്രയാണ്? 6. നോക്കിയേ, 108 / 6 = 18. ഇനി ബി നമുക്ക് നോക്കാം. ബി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് സിഗ്മ xy. നോക്കൂ, സിഗ്മ xy 305 ആണല്ലേ, ഹോൾ / സിഗ്മ x². എത്രയാ? 437.5. സി 305 / 437.5 = 0.697. അപ്പൊ എയുടെ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിനെ ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. y = a + bx. അപ്പൊ എങ്ങനെയാണ് a + bx? ഇവിടെ a എന്ന് പറയുന്നത്, എയുടെ വാല്യൂ എത്ര ഇവിടെ കിട്ടിയേക്കണേ? 18. ബിയുടെ വാല്യൂ എത്ര കിട്ടിയേക്കണേ? 0.697. അപ്പൊ അത് കോമൺ ആണല്ലോ എല്ലാത്തിനും. ഓക്കെ, അപ്പൊ ഇതാ a പ്ലസ് എന്ന് പറയുന്ന a 18 + 0.697, അതാണ് ബിയുടെ വാല്യൂ അല്ലേ, ഈ ബിയുടെ വാല്യൂ. ഇനി അതിനെ ഇൻറ്റു എക്സ്, ഇതിന്റെ എക്സ് ഏതാണ്? -12.5 ആണ്. ഓക്കെ, അതാണ് ഇത് -12.5. പിന്നെ ആൻസർ കിട്ടാൻ 9.2875. അതേപോലെ അടുത്ത് നോക്കിക്കേ, ഇതേപോലെ a + bx. a എന്ന് പറയുന്നത് 18 പ്ലസ് ബി എന്ന് പറയുന്നത് 0.697 ഇൻറ്റു എക്സ്. ഇവിടെ എക്സ് എത്രയാ? -7.5. സോ വി ഗോട്ട് 12.77. ദെൻ അടുത്തിട്ട് നോക്കിയേ, a + bx. a മീൻസ് 18 പ്ലസ് ബി എന്ന് പറയുന്നത് 0.697 ഇൻറ്റു ഇവിടുത്തെ എക്സ് എത്രയാ? -2.5. സോ വി ഗോട്ട് 16.25. ഓക്കെ, ഇനി അടുത്ത ഫിഗർ നോക്കിയേ, a + a 18 പ്ലസ് ബി 0.697 ഇൻറ്റു ഇവിടുത്തെ എക്സ് എത്രയാ? just 2.5. Okay, so we got 19.74. Then again a 18 plus 0.697 into 7.5 എന്താണ്? ഈ x ആണ് 7. So we got 23.22. Likewise this one also. So we got the trend value for all the years. കിട്ടിയില്ലേ? എല്ലാ ഇയേഴ്സിന്റെ ട്രെൻഡ് വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? യെസ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഈ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് അല്ലേ. ഏതാണ്? ഇതുണ്ടോ y എന്ന് പറയുന്നത് നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഫിഗേഴ്സ്. ഈ ഫിഗറാണ് ആക്ച്വലി ഈ ഒരു ഇതിൽ ലൈനിൽ നമ്മൾ വരച്ചിരിക്കുന്നതിൽ ആ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് അല്ലേ, ഓൾറെഡി തന്നിട്ടുള്ളത്. ഇനി മറ്റത് കണ്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കണോ? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രെൻഡ് വാല്യൂ. അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ ഏതൊക്കെയാണ്? ഇത് നോക്കിക്കേ, 9.25, അതുപോലെ പിന്നെ നമുക്ക് ഏതാ കിട്ടിയേക്കണേ? 12.77. ആ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ആണ് ആക്ച്വലി ഇവിടെ ഒരു ലൈനായിട്ട് നമ്മളിവിടെ വരച്ചിട്ടിരിക്കുന്നത്. ഏതാണ്? ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ലൈൻ. ഇതാണ് നമ്മുടെ ട്രെൻഡ് വാല്യൂ അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടെത്താം? ഇനി ഇക്വേഷൻ എന്ന് പറയുന്നത്, ട്രെൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ ഓരോന്നിനും കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇല്ലേ, ഇതാണ് നമ്മുടെ ട്രെൻഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ട്രെൻഡ് ഇക്വേഷൻ കാണാത്ത പറഞ്ഞില്ലേ, ട്രെൻഡ് ഇക്വേഷൻസ് ഇതൊക്കെയാണ്, ഇതാണ്. ഓക്കെ, ഇനി ഇതാണ് y = a + bx. ഇനി ഇതിന്റെ ഗ്രാഫാണ് ആക്ച്വലി നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞിരുന്നു. എന്താ നമ്മളോട് പറഞ്ഞേ? നോക്കിക്കേ, കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2005. 2005 പ്രോഫിറ്റ് കൂടി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെയിം ഫോർമുല കണ്ടോ, y = a + bx എന്ന് പറയുന്ന സെയിം ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കിയോ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്താ കണ്ടെത്തേണ്ടത്? ഈ എക്സ് കണ്ടെത്തണം. എക്സ് എന്ന് പറയുന്നത് ഏത് ഇയറിലേക്കുള്ളതാണെന്ന് നമുക്ക് അറിയണം അല്ലേ. അതേതാണ്? നമ്മൾ 2005 നമ്മുടെ എക്സ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതായത് ഇയർ എന്ന് പറയുന്നത് 2005 പ്രോഫിറ്റാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ് ആദ്യം കാണുന്നു. ഏതാ? സ്മോൾ എക്സ്. ഇതാ ഈ സംഭവം അല്ലേ. സ്മോൾ എക്സ് എങ്ങനെ കാണുന്നത്? x - എന്താണ് 1987.5. ഇങ്ങനെയാണല്ലേ നമ്മൾ എക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്യാപിറ്റൽ എക്സ് ആണ് നമ്മുടെ 2005 എന്ന് പറയുന്ന ഇയർ അല്ലേ. നോക്കിക്കേ, ഈ പറയുന്ന ഇയറിൽ നിന്നല്ലേ നമ്മൾ ഇത് കുറച്ചുകൊണ്ടിരുന്നത്. ഇയറിൽ നിന്നല്ലേ 1975 - 1987 അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ 2005 കാണാൻ പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2005 - 1987.5 എന്നല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോഴല്ലേ നമുക്ക് ആ എക്സ് വാല്യൂ, ഈ സ്മോൾ എക്സ് വാല്യൂ കിട്ടത്തുള്ളൂ. എക്സ്, അതെ. നമുക്കത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എക്സ് വാല്യൂ, സ്മോൾ എക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇവിടെ 2005, ഈ എക്സിന്റെ വാല്യൂ ഏതാ? 2005 - 1987.5 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ എത്രയാണ്? 17.5 കിട്ടും.
ഓക്കെ, 2005 മൈനസ് 1987.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 17.5 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനം ഏതാണ് ഈ പറയുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 17.5 എന്ന് പറഞ്ഞ ഈ വാല്യൂ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ശരിക്കും ട്രെൻഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എ എന്ന് പറയുന്നത് 18 ആണെന്നും ബി എന്ന് പറഞ്ഞാൽ 0.697 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അതുപോലെ എ എന്ന് പറയുന്നത് 18, ബി എന്ന് പറയുന്നത് 0.697 ഇൻറ്റു പിന്നെ എന്താ എക്സ് ആണ്. എക്സിൽ ഇപ്പം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് 17.5. ഓക്കെ, എക്സ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കിയിരുന്നത് 30.1975 എന്ന് വെച്ചാൽ therefore profit for the year 2005 is 30.2 lakh. അതായത് പ്രോഫിറ്റ് നമ്മൾ ലാക്കിലാണല്ലോ പറയുന്നത്, അതുകൊണ്ട് 30.2 lakh ആണ് ആക്ച്വലി. അതായത് നമ്മളിതിവിടെ ഫിഗർ റൗണ്ട് ചെയ്തു, അതാണ് 2 കേട്ടോ. ഓക്കെ, അപ്പോൾ 30.2 lakh ആണ് നമുക്ക് 2005 ആകുമ്പോൾ നമുക്ക് നമ്മൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ നമുക്ക് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, നമുക്കൊരു 5 വർഷം അതായത് 2000 വരെയുള്ള ഡാറ്റ തന്നു അല്ലേ. ഈ 2000 വരെയുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ ഈ മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 2005 പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് 30.2 lakhs ആണ് നമ്മൾ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്നും കൂടിയൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം.